കൊച്ചിയിൽ അനധികൃത പശുക്കടത്ത് 1 മാസം പ്രായമുള്ള പശുക്കിടാങ്ങളെ കശാപ്പ് ചെയ്യാൻ എത്തിച്ചു. പിക്കപ്പ് വാനിൽ കുത്തി നിറച്ചാണ് പശുക്കളെ കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് പശുക്കൾ ചാവുകയും ചെയ്തു. പശുക്കളെ കൊണ്ടുവന്ന പിക്കപ്പ് വാൻ നാട്ടുകാർ തടഞ്ഞു. സ്നേഹമോൾ ലൈന വിവരങ്ങളുമായിട്ട് സ്നേഹ, ഈ കശാപ്പിനൊക്കെ എത്തുന്ന ഇത്തരം ക്രൂരമായ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. അപ്പോഴൊക്കെ നടപടികൾ ഉണ്ടാകുന്നു, വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു. ഇതിപ്പോൾ എവിടെയാണ്? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? എവിടെ വെച്ചാണ് നാട്ടുകാർ കണ്ടത്, തടഞ്ഞത്? ദിവിഷ, പാലക്കാട് നിന്നുമാണ് ഈ പശുക്കൾ എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കശാപ്പ് ആവശ്യങ്ങൾക്കായാണ്, അതായത് 1 മാസത്തിനും 2 മാസത്തിനും ഇടയിലുള്ള ഈ പശുക്കളെ എത്തിച്ചത്. അതായത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ പിക്കപ്പ് വാനിൽ കുത്തി നിറച്ച നിലയിലാണ് പശുക്കളെ എത്തിച്ചത്. ഈ കുത്തി നിറച്ച് എത്തിച്ചതിനെ തുടർന്ന് തന്നെ അതായത് ഒരു മുട്ടുസൂചി പോലും കുത്താൻ ഇടമില്ലാത്ത വിധത്തിൽ ഈ പശുക്കളെ എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിൽ പശുക്കളെ എത്തിച്ചതിനെ തുടർന്ന് ഏതാനും പശുക്കൾ തന്നെ ഇതിനോടകം തന്നെ ചത്തു കഴിഞ്ഞു. ബാക്കി പശുക്കളൊക്കെ തന്നെ വെള്ളം പോലും കിട്ടാതെ അവശനിലയിലായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഈ പശുക്കൾ അടങ്ങിയ ഈ പിക്കപ്പ് വാൻ അതായത് ഇവിടെ ഹാർബർ പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. അതിന്റെ യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഈ പശുക്കളെ പാലക്കാട് നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പല കിടാങ്ങളുടെയും മുകളിലാണ് മറ്റ് കിടാങ്ങൾ നിൽക്കുന്നത്. അവയെ പുറത്തിറക്കാനൊരു നടപടിയായില്ല. ഇപ്പൊ തടഞ്ഞിട്ടു. അതുങ്ങളൊന്ന് പുറത്തിറങ്ങിയതെങ്കിൽ ശ്വാസമെങ്കിലും മര്യാദയ്ക്ക് കിട്ടുമായിരുന്നല്ലോ. അതിന് നടപടി ആരും എടുത്തില്ലേ? പോലീസോ? കൂടെ വന്നവരൊക്കെ എവിടെ സ്നേഹ? തീർച്ചയായും ദിവിഷ്, അതായത് ഇപ്പോൾ നിലവിൽ പശുക്കൾ ഉള്ളത് ഹാർബർ പോലീസ് സ്റ്റേഷനിലാണ്. ഏതാനും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പശുക്കളെ പുറത്തിറക്കുകയും അവർക്ക് വെള്ളം കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇപ്പം നമുക്കിപ്പം ഉള്ളത് ഈ പശുക്കളെ വഴിയിൽ തടഞ്ഞ ഒരു പ്രദേശവാസി ഇപ്പം നമുക്കിപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം അറിഞ്ഞത്? ഞാനിത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് SPCയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാനിന്ന് വരുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ ഒരാൾ നിൽപ്പുണ്ട്, ഈ പിക്കപ്പ് വാനിൻ്റെ. അയാൾ നോക്കുമ്പോൾ വാലയെ പിടിച്ച് പൊക്കുവാണ്. അത് വീഴുന്നോണ്ടിരിക്കണം. ഇതുങ്ങൾ പരസ്പരം ചവിട്ടി, ഇതുങ്ങളെല്ലാം കിടാക്കളാണ്. അപ്പോൾ ഇതുങ്ങളെല്ലാം വീണുകൊണ്ട്, അപ്പോൾ ഇതുങ്ങൾ വാലയെ പിടിച്ച് പൊക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുറേ തവണ കണ്ടപ്പോൾ ഞങ്ങൾ കുണ്ടന്നൂർ മുതൽ ചേസ് ചെയ്യണം. അങ്ങനെ ഇവിടെ വെച്ച് നമ്മൾ കണ്ണങ്ങാട് പാലത്തിൻ്റെ മുമ്പിൽ വെച്ച് നമ്മളിതിനെ സ്റ്റോപ്പ് ചെയ്യിച്ചു. നോക്കുമ്പോൾ കാണുന്നത് ഇതുങ്ങൾ താഴെ ചവിട്ടുകൊണ്ട് കിടക്കുക. അതായത് നിങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ല. അപ്പോൾ കുറേ എണ്ണങ്ങൾ ചവിട്ടുകൊണ്ട് താഴെ കിടക്കുന്നുണ്ട്. അതുങ്ങളൊക്കെ മൃതപ്രായരായ. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചതിൻ്റെ ഫിറ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. സാധാരണ ഇത് കടത്തി കൊണ്ടുവരുമ്പോൾ ഇത് ഹെൽത്തി ഫിറ്റാണ് സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്കില്ല. ഇവരാണ് ഓണർ എന്നുള്ള കസ്റ്റോഡിയൻ, അതുമില്ല, ഒന്നുമില്ല സംഗതി ഇവർക്ക്. അപ്പോൾ ഇതിനകത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ 3 എണ്ണത്തിനായിട്ട് കൊണ്ടുവരാൻ പറ്റാവുന്നതിനകത്താണ് ഈ 25 സാധനത്തിനെ കിടാക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുങ്ങളെല്ലാം ആവശ്യമില്ലല്ലേ. ഇവരോട് കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ സ്ലോട്ടറിങ്ങിനായിട്ട്, അതായത് കശാപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംഗതി തികച്ചും ഇല്ലീഗലും തികച്ചും ബ്രൂട്ടലും ക്രൂരമാണ് ഈ കാണിച്ചിരിക്കുന്ന നടപടി. കാരണം അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ട് ഇന്നലെ മുതൽ ഒരു പച്ച തുള്ളി വെള്ളം വരെയും കൊടുത്തിട്ടില്ല. ഇതൊക്കെ ആവശ്യമല്ല. ഇതുങ്ങളെ മൃതപ്രായം 1, 2 അതൊക്കെ ഏകദേശം ഡെത്തിൻ്റെ അവസാനത്തെ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു സംഗതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു കാലത്തും അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇപ്പോൾ സ്റ്റേഷനിൽ ഇത് എത്തിച്ചിരിക്കുകയാണ്. സ്റ്റേഷൻ വഴി നമ്മളിത് ക്രൈം രജിസ്റ്റർ ചെയ്ത് ഇതിനെ നമ്മൾ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവിഷ, മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്, അത് നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, പിന്നിൽ നിന്നൊരു സ്ത്രീ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അതായത് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ എടുക്കുന്നത്, നിങ്ങൾക്ക് ആരാണ് ഇതിനുള്ള അധികാരം അവകാശം തന്നത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കാണാം. ആ സ്ത്രീ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു സ്ത്രീയാണ്. ഈ ബിസിനസ് ഇടപാടുകളിൽ എന്തൊക്കെയോ അവരതിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ചോദ്യം ചോദിച്ച് അവർ വളരെയധികം ആക്രോശിക്കുകയും നമ്മുടെ അടുത്ത് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആരാണ് ഇതിനുള്ള അവകാശം തന്നതെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത്തരത്തിൽ നമ്മൾക്കും ഡീലിംഗ്സ് ഉണ്ട് എന്ന തരത്തിൽ സ്ഥാപിക്കാനൊക്കെയുള്ള ശ്രമം എന്തായാലും തീർച്ചയായും അവർ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ട, അതായത് ഈ ചുമല ചുരിദാർ ധരിച്ച സ്ത്രീയും അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, അവരുടെ കുടുംബവും ഒപ്പമുണ്ട്. അവർ വന്നിട്ടാണ് നമ്മളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തത്. അതായത് നമ്മളും പോലീസും തമ്മിൽ ഇടപാടുണ്ട് എന്നാണ് അവർ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അത്തരത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ആദ്യം വന്നപ്പോൾ തന്നെ നിങ്ങളെ ആരാണ് ഇവിടെ വിളിച്ചത്, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഇവിടെ ഉള്ളത് എന്ന തരത്തിൽ നമ്മളെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ സ്ത്രീ. അവര് പറഞ്ഞനുസരിച്ച് നമ്മളും അവരവിടുത്തുകാരാണോ, അവരുടെ ചുമതലയിലാണോ? ഇതുങ്ങൾ ദൃശ്യങ്ങൾ കാണുന്ന തന്നെ വല്ലാതെ അസ്വസ്ഥത.
തീർച്ചയായും ദിവിഷ ഇവർ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ബിസിനസ് ഇടപാടുകളിൽ ഒരു ഭാഗമാണ് ഈ സ്ത്രീ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ ഏതാനും കുറച്ച് പേര്, അതായത് ഈ പശുക്കടത്തിന് കൂട്ടുനിന്ന കുറച്ച് പേര് നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഈ വിഷയം ഒത്തുതീർപ്പാക്കണം എന്നുള്ള വിധത്തിലൊക്കെ നമ്മളോട് സംസാരിച്ചു. അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവരുടെ, അതായത് ഈ പശുവിനെ ഇങ്ങോട്ടേക്ക് കടത്തിയ മട്ടാഞ്ചേരി സ്വദേശികളുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ നമുക്ക് വ്യക്തമായത് ഇവരും ഈ ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഇത്. അതായത് ഏതാനും പശുക്കളൊക്കെ തന്നെ ചത്തു കഴിഞ്ഞു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പ്രേക്ഷകരോട് ശ്രദ്ധിക്കുക, നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ മാസ്ക് ചെയ്യേണ്ടതാണ്. മറ്റ് കിടാങ്ങളുടെ ദേഹത്ത് ചവിട്ടിയാണ് മറ്റ് കിടാങ്ങൾ നിൽക്കുന്നത്. പല കിടാങ്ങളും ചത്തു കഴിഞ്ഞു. അപ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ കുറച്ചുപേർ അവിടെ വന്നു എന്നത് കഷ്ടമാണ്. ഒരു വശത്ത് നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും ഇവയൊന്ന് പുറത്തെത്തിക്കുക, വെള്ളം കൊടുക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഉടനെ തന്നെ പോകായിരുന്നു. പറ്റുമെങ്കിൽ പോലീസുകാരോടുകൂടി ആ വിവരം ഒന്ന് പറയാം. ദയവായി നിങ്ങൾ ഇന്ന് പുറത്തിറക്കി കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ആ നാട്ടുകാരെങ്കിലും എടുക്കട്ടെ.